എല്ലാ കാഴ്ചകളും ദർശനമാണ്. ദർശനം എന്ന് പറഞ്ഞാൽ മനുഷ്യനും ചുറ്റുപാടും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചും ചുറ്റുപാടിനെ കുറിച്ചും അവനവനെ കുറിച്ചുമുള്ള കാഴ്ചകളെയാണ് എന്ന് പറയുന്നത്. ഇതെല്ലാം ചെയ്യുന്നതാണ് ദർശനം എന്ന് പറയുന്നത്. അപ്പൊ ചുറ്റുപാടിനെ കുറിച്ചും അവനവനെ കുറിച്ചും മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? എത്ര കാലമായിട്ടുണ്ടാവും? തന്റെ ചുറ്റുപാടിനെ കുറിച്ചും അവനവനെ കുറിച്ചും ഒക്കെ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? ഏകദേശം 1000 കൊല്ലം. 1000-നേക്കാളും കൂടുതലാണോ കുറവാണ്? കൂടുതൽ. 5000 കൂടുതൽ, അതേക്കാളും കൂടുതൽ. അതായത് മനുഷ്യൻ ഭൂമുഖത്ത് ഉണ്ടായ കാലം തൊട്ട് തന്നെ അവൻ എന്തിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്? ചുറ്റുപാടിനെ കുറിച്ചും തന്നെ കുറിച്ചും എല്ലാം ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ചിന്തിച്ചത്, ആ ചിന്തയിലൂടെ അവൻ എന്താ ഉദ്ദേശിച്ചത്? വെറുതെ ഒരു തമാശക്ക് ചിന്തിച്ചു കളയാം എന്ന നിലയിലാണോ? എന്തുകൊണ്ടായിരിക്കും അവനെ കുറിച്ചും അവന്റെ ചുറ്റുപാടിനെ കുറിച്ചും അവൻ ചിന്തിച്ചത്? എന്ത് ലക്ഷ്യത്തോടെ ആയിരിക്കും? അല്ലെങ്കിൽ ആ ചിന്തക്ക് പ്രചോദനമായത്, അടിസ്ഥാനമായി തന്നതായിരിക്കും? അവന്റെ മുമ്പിലുള്ള ഒരുപാട് എന്തായിരിക്കും? പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ആകാംക്ഷകൾ, ഇവയിൽ നിന്നെല്ലാമായിരിക്കും തന്റെ ചുറ്റുപാടുകളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ തന്റെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കാൻ വേണ്ടി പറ്റുക എന്നതിൽ നിന്നാണ് മനുഷ്യന്റെ ചിന്തയുടെ രീതികൾ ആരംഭിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ തന്റെ ചുറ്റുപാടുകളെ കുറിച്ച് ചിന്തിച്ച് അതിൽ മാറ്റം വരുത്താനുള്ള മനുഷ്യന്റെ പരിശ്രമം എന്ന് പറയുന്നത് വളരെ മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ മുമ്പ് തന്നെ ആരംഭിച്ചപ്പോൾ ആ ചിന്തകളുടെ ഭാഗമായി അവർ തന്റെ ചുറ്റുപാടിനെ എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാം, തന്റെ പ്രയാസങ്ങൾ പരിഹരിച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് പല രീതിയിലുള്ള ചിന്താഗതികൾ ആരംഭിക്കുകയുണ്ടായി. അങ്ങനെ ആരംഭിച്ച ചിന്താഗതികളാണ് ഏത് ചിന്താഗതികൾ? മതദർശനങ്ങളും അതുപോലെ അതിനപ്പുറത്ത് അതിന്റെ മുമ്പ് ആരംഭിക്കുന്ന പ്രാകൃതമായ ആരാധനകളുടെ സമ്പ്രദായങ്ങളും എല്ലാം. എങ്ങനെയാ ആദ്യകാലത്തെ മനുഷ്യന്റെ ആരാധനകൾ ആരംഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്? ആ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന് ഏറ്റവും വലിയ വെല്ലുവിളി ആരാ ഉണ്ടാക്കിയിട്ടുണ്ടാവുക? പ്രകൃതിയെ. അപ്പൊ ആ പ്രകൃതിയെ തന്റെ വെല്ലുവിളി ഉണ്ടാക്കിയ ഈ ആളുകള് തന്റെ സുഹൃത്തുക്കളായി മാറിയിരുന്നെങ്കിൽ, തന്റെ ബന്ധുക്കളായി മാറിയിരുന്നെങ്കിൽ, തന്റെ സഹായിയായി മാറിയിരുന്നെങ്കിൽ എന്ന ചിന്തയിൽ നിന്നാണ് ആരാധനകൾ ആരംഭിക്കുന്നത്. ആ ആരാധനകളിൽ നിന്ന് ഒന്നുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് മതദർശനങ്ങൾ ആരംഭിക്കുന്നത്. ലോകത്തൊരു സംഘടിതമായ മതദർശനം എന്ന നിലയിൽ രൂപപ്പെട്ട ദർശനം ഏതാണ്? ഒരു വ്യവസ്ഥാപിതമായ ആശയത്തോടുകൂടിയും അതിന്റെ നിയതമായ സംഹിതകളോടും കൂടിയല്ല. ഏതാണ്? ജൈന ബൗദ്ധ ദർശനങ്ങൾ. ജൈന ബൗദ്ധ ദർശനങ്ങൾ ഏത് രാജ്യത്ത് ആരംഭിച്ചത്? ഉണ്ടായത് ഇന്ത്യയിലാണ്. ജൈനന്റെയും ബുദ്ധന്റെയും ഒക്കെ അടിസ്ഥാനം എന്തായിരുന്നു? ബുദ്ധൻ എന്തുകൊണ്ടാണ് തന്റെ കൊട്ടാരം വിട്ടിറങ്ങിയത്? തന്റെ ചുറ്റുപാടുമുള്ള പ്രയാസങ്ങൾ കണ്ട് അവ എങ്ങനെ പരിഹരിക്കാം എന്ന് പറയുന്ന, അങ്ങനെ മനുഷ്യ സമൂഹത്തെ എങ്ങനെ വിമോചിപ്പിക്കാം എന്നതിൽ നിന്നാണ് ഏതാരംഭിക്കുന്നത്? ബൗദ്ധ ദർശനം. ബൗദ്ധന് മുമ്പുള്ള ജൈനനും യഥാർത്ഥത്തിൽ തന്റെ ജീവിതത്തിന്റെ മുമ്പിലുള്ള ഒരുപാട് പ്രയാസങ്ങളെ മറികടക്കാനുള്ള പ്രശ്നങ്ങളിൽ നിന്നാണ് ആ ദർശനത്തിലേക്ക് വിശാംശങ്ങൾക്ക് സമയത്തുള്ള കടന്നത്. പിന്നെ അതേ കാലഘട്ടത്തിനകത്ത് രൂപപ്പെട്ടു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകളാണ് വേദങ്ങൾ, അതുപോലുള്ള സംഗതികളല്ല. വേദത്തെ സംബന്ധിച്ച് ഹിന്ദു മതത്തിന്റെ അടിസ്ഥാനമാണ് വേദങ്ങൾ എന്നാണ് എന്നീ ഭാഗഭാവനെ പോലെയുള്ള ആളുകൾ. എന്തായാലും തർക്കത്തിലേക്കൊന്നും ഞാൻ പോകില്ല.
എന്തായാലും വേദത്തിന് അകത്തുണ്ടായിട്ടുള്ള അതിനകത്ത് പരിശോധിക്കപ്പെടുന്ന കാര്യം എന്താ? ഋഗ്വേദം അതുപോലുള്ള വേദങ്ങളിലെല്ലാം ഋഗ്വേദത്തിൽ എന്താ പറയുന്നത്? ഋഗ്വേദം എന്താ പറയുന്നത്? വളരെ സൈദ്ധാന്തികമായി എന്താണ് ലോകം എന്ന് കണ്ടെത്താനുള്ള ചിന്തകളാണോ? ആണോ? വളരെ ലളിതമാണ് ഋഗ്വേദത്തിലൊക്കെ പറയുന്ന കാര്യങ്ങൾ. വളരെ ലളിതം എന്ന് പറഞ്ഞാൽ തന്റെ ചുറ്റുപാടും മനുഷ്യൻ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളിൽ നിന്ന്, തന്റെ ഭൗതികമായ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്തകളും പ്രശ്നങ്ങളും ആഹ്വാനങ്ങളും എല്ലാമാണ് വേദത്തിന്റെ അടിസ്ഥാനമായിട്ട്. അവിടെയും യഥാർത്ഥത്തിൽ തന്റെ ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള, നേരിടാനുള്ള മനുഷ്യന്റെ പ്രയത്നങ്ങളാണ് യഥാർത്ഥത്തിൽ വേദങ്ങൾ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് ബൗദ്ധ ജൈന ദർശനത്തിന് ശേഷം ലോകത്ത് ഉയർന്നു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ദർശനമാണ് ഏതാണ്? ഒരു സംഘടിത ദർശനങ്ങളിലേക്ക് ഞാൻ അറിയാം. മറ്റൊരു ദർശനങ്ങളിലേക്ക് ഞാൻ ഏതാണ്? ക്രൈസ്തവ ദർശനം. ക്രിസ്തു എന്താ പറഞ്ഞത്? ക്രിസ്തുവിന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? ക്രിസ്തുവിന്റെ കാലഘട്ടത്തിനകത്ത് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ ഏത് രീതിയിലുള്ളതായിരുന്നു? ആരെല്ലാമാണ് അന്ന് ഉണ്ടായിരുന്നത്? റോമിനകത്ത് അടിമകളുണ്ട്, ഉടമകൾ. ഉടമകൾ അടിമകളെ ഭീകരമായി അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഏത് ദർശനം നടക്കുന്നത്? ക്രൈസ്തവ ദർശനം. ഉടമകൾ അടിമകളെ ഭീകരമായി അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ക്രൈസ്തവ ദർശനം എന്താ പറഞ്ഞത്? ആരെയും എന്ത് ചെയ്യരുത്? ദ്രോഹിക്കരുത്, ഉപദ്രവിക്കരുത്, ഈ ചെവി കാണിക്കാൻ അടുത്തത് കാണിച്ചു കൊടുക്കണം, മറ്റേ പണമുള്ളവനെ സ്വർഗത്തിലെത്തുക എന്ന് പറഞ്ഞാൽ സൂചിപ്പഴുതിലൂടെ ഒട്ടകത്തിന് കടക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ്, ദുഃഖിതരെ പീഡിതരെ നിങ്ങൾക്കാണ് എന്ത് ഒക്കെ. അങ്ങനെ അടിച്ചമർത്തപ്പെട്ടവന്റെ പക്ഷത്തു നിന്നുകൊണ്ടുള്ള നിലപാടുകളായിരുന്നു ക്രൈസ്തവ ദർശനവും ആദ്യകാലത്ത് മുന്നോട്ട് വെച്ചത് എന്ന് കാണാം. അത് കഴിഞ്ഞ് പിന്നീട് ലോകത്ത് ഉദയം ചെയ്യുന്ന മറ്റൊരു ദർശനമാണ് ഏതാണ് ദർശനം? സംഘടിത ദർശനം എന്ന് പറയാവുന്നത് ഇസ്ലാമിന്റെ ദർശനമാണ്. ഇസ്ലാം എവിടെയാണ് പറക്കുന്നത്? അറേബ്യയിലാണ്. അറേബ്യയുടെ പ്രത്യേകത എന്താ? അറേബ്യയുടെ ഭൂമിശാസ്ത്രം അടിമല്ലാ സ്ഥലത്തുള്ളതാണ്. പിന്നെ അറേബ്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്താ? അവിടെ എന്താണ്? മരുഭൂമിയാണ്. മരുഭൂമിയുള്ള സ്ഥലത്ത് മനുഷ്യൻ ജീവിക്കാനെങ്കിൽ ഇങ്ങനെ ജീവിക്കും. നമുക്കിവിടെയാണെങ്കിൽ കൃഷി ചെയ്ത് ജീവിക്കും. പക്ഷെ മരുഭൂമിയായുള്ള സ്ഥലത്ത് മനുഷ്യൻ എങ്ങനെ ജീവിക്കും? ഇപ്പൊ EMS അക്കാഡമിയിൽ നിന്ന് ഒരു സിഗരറ്റ് വലിക്കണമെന്ന് തോന്നി, എന്ത് ചെയ്യും? ഇവിടെ എവിടെയും സിഗരറ്റ്. ഒരു ചായ കുടിക്കണമെന്ന് തോന്നി, നമ്മൾ ഇവിടുന്ന് വരുന്ന ചായ അതല്ലാത്ത സമയത്ത് ചായ കുടിക്കണമെന്ന് തോന്നി, നമ്മൾ എന്ത് ചെയ്യും? അതുള്ള സ്ഥലം എവിടെ നിന്നാണോ അവിടെ നിന്ന്. അതുപോലെ തന്നെയാണ് മരുഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ, മരുഭൂമിക്കകത്ത് ഈ മരുഭൂമി ആയതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവില്ല? ഉൽപാദനം ഉണ്ടാവില്ല, കൃഷി ഉണ്ടാവില്ല. അപ്പൊ ഉൽപാദനമില്ലാതിരുന്ന സ്ഥലത്തേക്ക് അവിടുത്തെ ജനതയ്ക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? മറ്റിടങ്ങളിൽ നിന്ന് എന്ത് കൊണ്ടുവരണം? അതുകൊണ്ടാണ് അറേബ്യക്കാർ ജീവിക്കണമെങ്കിൽ അവർക്ക് എന്തില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പഴയ കാലത്ത് മറ്റിടത്ത് നിന്ന് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാതെ ജീവിക്കാൻ പറ്റില്ല. അഥവാ കച്ചവടം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇല്ലെങ്കിൽ ആരുടെ ജീവിതമില്ല. അതുകൊണ്ടാണ് അറേബ്യൻ ജനത എന്തായി മാറിയത്? കച്ചവടക്കാരാണ്. അങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഒരുവൻ അറേബ്യക്കാരൻ തീരുമാനിച്ചു ഞാൻ കൃഷിക്കാരനായാണ് ജീവിക്കുന്നത് തീരുമാനിച്ചാൽ നടക്കും? മരുഭൂമി സാഹചര്യമാണ് അങ്ങനെയാക്കി മാറ്റി. അപ്പൊ അങ്ങനെ കച്ചവടക്കാരായി മാറുക എന്നതാണ് അറേബ്യയിൽ നഗര ജീവിതത്തിന്റെ ഭാഗമായി. അപ്പൊ മറ്റിടങ്ങളിൽ പോയി കച്ചവടം നടത്തി മാത്രമേ ജീവിക്കാൻ വേണ്ടി പറ്റൂ എന്ന നില വരുമ്പോൾ ആ കച്ചവടത്തിന്റെ വഴികൾ തടയപ്പെട്ടാൽ, കച്ചവടത്തിലൂടെ വസ്തുക്കൾ കൊണ്ടുവരുന്ന വഴികൾ തടയപ്പെട്ടാൽ അറേബ്യയിൽ എന്ത് സംഭവിക്കും? പട്ടിണിയില്ല. അപ്പോൾ കച്ചവട മാർഗങ്ങൾ തുറന്നു കിട്ടുക എന്നത്
അവ സംരക്ഷിച്ചു നിർത്തുക എന്നത് അറേബ്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ വിഷയം. അതുകൊണ്ടാണ് അറേബ്യൻ ജനത എല്ലാ കാലഘട്ടങ്ങളിലും വ്യാപാര മാർഗങ്ങൾ തുറന്നു കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടത്തുന്നത്. ഇപ്പൊ അറേബ്യയിൽ ഇന്ത്യയിലെ മലബാർ തീരങ്ങളിലാണെങ്കിൽ അറബികളും പോർച്ചുഗീസുകാരും തമ്മിൽ ഏറ്റുമുട്ടി. എന്താ കാര്യം? അറബികളുടെ കച്ചവടത്തെ ആരും തടയാൻ നോക്കി. അങ്ങനെ വ്യാപാര മാർഗങ്ങൾ തുറന്നു കിട്ടാൻ വേണ്ടി ഒരുപാട് സമരങ്ങൾ നടത്തി. ഇങ്ങനെ വ്യാപാരികൾ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയേ അറേബ്യൻ ജനതയ്ക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ? അങ്ങനെ കച്ചവടം നടത്തി അറേബ്യയിലെ ചില ആളുകൾ അതിസമ്പന്നരായിരുന്നു. ഇവര് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാൻ. അങ്ങനെ വന്നപ്പോ ഇത് സമ്പന്നരായ ഈ ജനത, ഈ വിഭാഗം അവരുടെ പരമ്പരാഗതമായ ജീവിത രീതികളെ ഒക്കെ മറികടന്ന് സുഖലോലുപരമായ ജീവിതം നയിക്കാൻ തുടങ്ങി. ഇവർ സാധാരണക്കാരന്റെ ജീവിതം അവർക്ക് ഭക്ഷണം പോലും കൊടുക്കാതെ പട്ടിണി കിടന്നു. അങ്ങനെ വന്നപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സാധാരണക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന പ്രസ്ഥാനമാണ് പ്രസ്ഥാനം ഇസ്ലാമിന്റെ ദർശനം. ആ ഇസ്ലാമിൽ നിങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഖുർആനും ഹദീസും ഒക്കെ പരിശോധിക്കുമ്പോൾ അറിയാം, അതിനകത്ത് പ്രാകൃതമായി ജീവിച്ചിരുന്ന ഒരു ജനതയെ അതിനേക്കാൾ ഒന്നുകൂടി ഉപരിയായ ഒരു ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാനുള്ള ഇടപെടലുകളാണ് ഇസ്ലാമിന്റെ ഭാഗത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്ത് ഈ പഴയ കാലത്തിനകത്ത് ഒരുപാട് വിമോചന പ്രസ്ഥാനങ്ങൾ നമ്മുടെ ലോകത്തിനകത്തുണ്ടായി. ആ വിമോചന പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ പ്രധാനമായും പാവപ്പെട്ടവന്റെ പക്ഷത്തു നിന്നുകൊണ്ട് പൊതുവിൽ ചിന്തിക്കുന്ന രീതിയുണ്ടായി. ലോക സമസ്തോ സുഖിനോ ഭവന്തു എന്നാര് പറഞ്ഞു? വേദങ്ങളിലുള്ളതാണ്. ലോകത്തിലെ എല്ലാ ജീവികൾക്കും സുഖം ഭവിക്കട്ടെ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ആര് പറഞ്ഞു? ഏതൊരുവന്റെ വാക്കിലും പ്രവൃത്തിയിലുമാണ് മറ്റൊരു പ്രയാസമുണ്ടാവാത്തവരും അവരാണ് യഥാർത്ഥ മുസൽമാൻ, ഇസ്ലാം എന്ന സിദ്ധാന്തം ആര് മുന്നോട്ട് വെച്ചു? ലോകത്തെ എല്ലാ വേദനകളിൽ നിന്നുമുള്ള വിമോചനമാണ് നമുക്കുണ്ടാവേണ്ടത് എന്ന ആശയം ആര് മുന്നോട്ട് വെച്ചു? ബൗദ്ധൻ മുന്നോട്ട്. അങ്ങനെ വേണമെങ്കിൽ മോഹം ഉപേക്ഷിക്കണം എന്ന് പറയും. മോഹം ഉപേക്ഷിച്ചാൽ നിശാംശങ്ങളിൽ സമീപനം വേണം. അപ്പൊ ഈ ദർശനങ്ങളെല്ലാം പാവപ്പെട്ടവന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ശബ്ദിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറായി എന്ന് വസ്തുതയാണ്. പക്ഷെ ഇങ്ങനെ പാവപ്പെട്ടവന്റെ വേദനയെ കുറിച്ച് എല്ലാം ഇവർ ശബ്ദിച്ചുവെങ്കിലും അതിനുവേണ്ടി നിലപാടെടുത്തുവെങ്കിലും അവരുടെ കൂടെ മുന്നോട്ട് പോകാനുള്ള സന്നദ്ധത കാണിച്ചു എന്നതും വസ്തുതയാണ്. പക്ഷേ അവർ ആരും തന്നെ ഈ ദർശനങ്ങളെല്ലാം തന്നെ ഈ പ്രയാസങ്ങളെയെല്ലാം കണ്ടു പാവപ്പെട്ടവന് വേണ്ടി ശബ്ദിച്ചു എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ ലോകത്തെ വേദന, ഈ ലോകത്തെ ബുദ്ധിമുട്ടുകൾ, ഈ ബുദ്ധിമുട്ടുകൾ എപ്പോ പരിഹരിക്കപ്പെടുമെന്നാ പറഞ്ഞത്? ബുദ്ധൻ എന്താ പറഞ്ഞത്? നിർവ്വാണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി കഴിഞ്ഞാൽ നിനക്ക് എന്തുണ്ടാവും? ജീവിതത്തിൽ കണ്ടിരിക്കാം. ദുഃഖിതരെ, പീഡിതരെ, നിങ്ങൾക്ക് എന്താണ്? സ്വർഗരാജ്യമാണ്, അടുത്ത ജന്മമാണ്. ഇസ്ലാം എന്താ പറഞ്ഞത്? ഇവിടെ ഈ ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് പോയാൽ സ്വർഗം കിട്ടുന്നില്ല, സ്വർഗം കിട്ടും. ഇവരൊന്നും തന്നെ ഈ ലോകത്തെ പ്രയാസങ്ങൾ പരിഹരിച്ച് ഇവിടെ എങ്ങനെ സമത്വസുന്ദരമായ ഒരു ലോകമുണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാൻ ആർക്കും പറ്റിയില്ല. ഈ ദർശനങ്ങൾക്ക്, ഈ പറയുന്ന വിമോചന ദർശനങ്ങൾക്കൊന്നും സാധ്യമല്ല. അപ്പോൾ ഈ ലോകത്ത് എങ്ങനെയാണ് നമുക്ക് സമത്വം ഉണ്ടാക്കുക? ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും സിദ്ധാന്തങ്ങളും ദർശനങ്ങളുമാണ് പിന്നീട് ലോകത്ത് അടുത്ത ഘട്ടമായിട്ട് നമുക്ക് ഉയർന്നത് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഈ ലോകത്ത് തന്നെ എങ്ങനെ സമത്വം ഉണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യസ്ത രീതിയിൽ ലോകത്ത് ഉയർന്നവരാകുന്നത്. അങ്ങനെ ഉയർന്നു വന്നവരുടെ കൂട്ടത്തിൽ ഒരു വിദ്വാന്റെ പേര് ഒരുപക്ഷെ സാറിന് ഓർക്കുന്നുണ്ടാകാം,
നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവാം. ഉട്ടോപ്പിയ എഴുതിയ ആരാണ്? തോമസ് മോറിന്റെ ഉട്ടോപ്പിയ എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രദേശ രാജ്യമാണ്. അവിടെ എല്ലാവരും സമത്വസുന്ദരമായി ജീവിക്കുന്നു. അതിനിങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നൊക്കെയുള്ള സാങ്കല്പികമായ ഒരു സമത്വത്തെ കുറിച്ച് നമ്മുടെ ഈ ലോകത്ത് തന്നെ ഒരു സമത്വം ഉണ്ടാക്കുന്ന സാങ്കല്പിക കാഴ്ചപ്പാട് അതോടൊപ്പം തന്നെ ഈ സഹകരണ പ്രസ്ഥാനങ്ങളും അതുപോലുള്ള സംഗതികളിലൂടെ ഇവിടെ സമത്വം ഉണ്ടാക്കി നോക്കാൻ പറ്റുമെന്ന ഓവന്റെ സിദ്ധാന്തം മുന്നോട്ട് ഫാബിയൻ കോളിസം എന്ന് പറയുന്ന സമത്വത്തെ കുറിച്ചുള്ള ആശയങ്ങൾ മുന്നോട്ട്. പക്ഷേ ഈ ദർശനങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്ന പരിമിതി എന്ന് പറഞ്ഞാൽ അവയൊന്നും ശാസ്ത്രീയമോ പ്രായോഗികമായോ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റും. അങ്ങനെ ശാസ്ത്രീയമായി ഈ ലോകത്ത് എങ്ങനെ നമുക്ക് സമത്വസുന്ദരമായ ഒരു ലോകമുണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് ലോകത്ത് മുന്നോട്ട് വെക്കുന്നത് രണ്ട് വലിയ താടിയുള്ള ആളുകളാണ്. ആരൊക്കെയാണ്? ആരാണ്? മാർക്സും ആംഗൽസും. അവർ പറഞ്ഞു ഈ ലോകത്ത് അസമത്വങ്ങളുണ്ട്. ഈ അസമത്വങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഈ അസമത്വങ്ങൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാം? ഈ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ മാർക്സും ഏംഗൽസും തങ്ങളുടെ കാലഘട്ടത്തിനകത്ത് അഭിമുഖീകരിച്ചിട്ടുള്ള കാഴ്ചപ്പാട്. ഇതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ സിദ്ധാന്തം മുന്നോട്ട് വെച്ചു എന്നതാണ് മാർക്സും ആംഗൽസും ലോകത്തിന് നൽകിയ ഏറ്റവും ഉജ്ജ്വലമായ സംഭാവന. മാർക്സ് ആരായിരുന്നു? മാർക്സ് ആരായിരുന്നു? മാർക്സ് എല്ലാ ചെറുപ്പക്കാരെയും പോലെ ചെറുപ്പക്കാരുടേതായിട്ടുള്ള എല്ലാ രീതികളുമായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? മാർക്സ്. അദ്ദേഹം സർവകലാശാലയിൽ പഠിച്ചിട്ടുണ്ട്. സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് ബിരുദം അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ എഴുതുക എന്ന് പറയുന്ന ഒരു ശീലമുള്ള ആളായിരുന്നു. മാർക്സ് 17ാമത്തെ വയസ്സിൽ ഒരു പ്രബന്ധം എഴുതി. ആ പ്രബന്ധത്തിന്റെ പേര് ഒരു ജോലി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു ചെറുപ്പക്കാരന്റെ നിരീക്ഷണങ്ങളാണ്. എന്താണ്? ജോലി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു ചെറുപ്പക്കാരന്റെ നിരീക്ഷണം. തീർച്ചയായും ഒരു 17, 18, 19, 20 വയസ്സിന്റെ ആ കാലഘട്ടത്തിനകത്ത് നമ്മൾ എല്ലാവരും അഭിനയിക്കുന്ന പക്ഷേ എന്ത് അവ ഏത് ജോലി തിരഞ്ഞെടുക്കണം? ആദ്യം തനിക്ക് പ്രത്യേക ജോലി വേണം എന്ന് നമ്മൾ പുറത്ത് തീരുമാനം ഉണ്ടാകും. പിന്നെ നമ്മൾ പ്രായോഗിക ജീവിതത്തിലേക്ക് ബന്ധപ്പെടുമ്പോഴാണ് അതൊന്നും നടക്കാൻ പോകുന്നത്, ഇനി ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്ന നിലയിലേക്കൊക്കെ കിട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ. അപ്പൊ ആ 17ാമത്തെ വയസ്സിൽ ഒരു ജോലി തിരഞ്ഞെടുക്കാൻ ഒരു ചെറുപ്പക്കാരന്റെ ജോലി തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് മാർക്സ് ഇങ്ങനെ എഴുതി. 17ാമത്തെ വയസ്സാണ് നോക്കണം. എന്തായിരിക്കണം ജോലി തിരഞ്ഞെടുപ്പിനുള്ള മാനദണ്ഡം, എന്തായിരിക്കണം എന്നതെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും ചെയ്യിച്ചു. നമ്മുടെ വ്യക്തിപരമായ പൂർണ്ണതയല്ല, മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമമാണ് ജോലി തിരഞ്ഞെടുക്കുന്നതിന് നമ്മെ നയിക്കേണ്ടത്. സ്വന്തം ക്ഷേമത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പ്രസിദ്ധനായ ഒരു പണ്ഡിതനോ ജ്ഞാനിയോ മഹാനായ കവിയോ ആവാൻ കഴിഞ്ഞേക്കാം. ഓർമ്മ, സ്വന്തം ക്ഷേമത്തിന് മാത്രം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പ്രസിദ്ധനായ ഒരു പണ്ഡിതനോ ജ്ഞാനിയോ മഹാനായ കവിയോ ആവാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അയാൾക്ക് പൂർണ്ണതയുള്ള ഒരു മഹാനാവാൻ കഴിയില്ല. പൊതുജന നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ മികവ് കാണിച്ചവരെയാണ് ചരിത്രം മഹാന്മാരായി കണക്കാക്കപ്പെടുന്നത്. പൊതുജന നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ മികവ് കാണിച്ചവരെയാണ് ചരിത്രം മഹാന്മാരായി കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും അധികം ആളുകളെ സന്തുഷ്ടരാക്കുന്ന ഒരാളെയാണ് അനുഭവം സന്തുഷ്ടമായി കണക്കാക്കുന്നത്. മതം പഠിപ്പിക്കുന്നത്. ജനങ്ങൾ മാതൃകയായി കണക്കാക്കി അനുകരിക്കുന്നവരെല്ലാം മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി ത്യാഗം ചെയ്തവരാണ്. ജനങ്ങൾ മാതൃകയായി കണക്കാക്കി അനുകരിക്കുന്നവരെല്ലാം മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി ത്യാഗം ചെയ്തവരാണ്. അതായത് ഒരു ജോലി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഉള്ള പ്രശ്നം മാർക്സിന്റെ മുമ്പിൽ വന്നപ്പോ
അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനം എന്താണ്? മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി ത്യാഗം ചെയ്യുന്ന ഒരു ജോലി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ 17ാമത്തെ വയസ്സിൽ തന്നെ സമൂഹത്തെ കുറിച്ചും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനെ കുറിച്ചും അതിനുവേണ്ടി ജീവിതം മാറ്റിവെക്കുന്നതിനെ കുറിച്ചും എല്ലാമുള്ള കാഴ്ചപ്പാട് മാർക്സിനകത്ത് ആരംഭിച്ചിരുന്നു എന്നാണ്. അദ്ദേഹം പിന്നീട് സർവകലാശാലയിലേക്ക് പോയി. സർവകലാശാലയിൽ വെച്ച് അദ്ദേഹം ഒരു ഡോക്ടറേറ്റ് പ്രബന്ധം ഉണ്ടാക്കിയെടുത്തു. ആ ഡോക്ടറേറ്റ് പ്രബന്ധം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഡെമോക്രിറ്റസിന്റെയും എപ്പിക്യൂറസിന്റെയും ദർശനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ഇതിൽ എപ്പിക്യൂറസിനെ കുറിച്ച് പറയേണ്ടത് അവരെ ഈ രണ്ട് ആളുകളും ഗ്രീസിലെ ഭൗതികവാദ സിദ്ധാന്തത്തിന്റെ ആളുകളാണ്. അതിൽ എപ്പിക്യൂറസ് സിദ്ധാന്തത്തിന്റെ പ്രത്യേകത പ്രകൃതി എന്റെ സുഹൃത്താണ് എന്ന് പ്രഖ്യാപിച്ചയാളാണ് ആര് പ്രകൃതി എന്റെ സുഹൃത്താണ് എന്ന് പ്രഖ്യാപിച്ച അവരെ കുറിച്ചുള്ള പഠനത്തിലാണ് മാർക്സിന് എന്തുണ്ടായത്? എന്ത് ലഭിച്ചത്? ഡോക്ടറേറ്റ് ലഭിച്ചത്. അങ്ങനെ സർവകലാശാല വിദ്യാഭ്യാസത്തിന്റെ ഒരു പാതയിലൂടെ സഞ്ചരിച്ചാണ് മാർക്സ് തന്റെ വിമോചന ദർശനങ്ങളിലേക്ക് എത്തിച്ചത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പാതയിലൂടെയാണ് ആര് കടന്നു വരുന്നത്? ഏംഗൽസ് കടന്നു. ഏംഗൽസ് ഒരു വലിയ കച്ചവടവും വ്യവസായവുമായി ബന്ധപ്പെട്ട ഒരാളാണ്. പഴയ കാലത്ത് ഈ കച്ചവടവും വ്യവസായവും ഒക്കെ നടത്തുന്ന ആളുകൾ ഒരു പ്രത്യേകത. ഇന്നത്തെ കാലത്ത് കുറച്ച് മാറ്റം. എന്താ പ്രത്യേകത? മക്കളെ എന്ത് ചെയ്യും? അച്ഛൻ വലിയ കച്ചവടക്കാരൻ വ്യവസായിയാണെങ്കിൽ മക്കളെ എന്ത് ചെയ്യും? ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യുന്ന അച്ഛന് പുറത്തേക്കൊണ്ട് പോകണമെങ്കിൽ തന്റെ ഷാപ്പിൽ ഒരു വിശ്വസ്തനായ ഒരാൾ വേണം. നാളെ എന്റെ കച്ചവടമൊക്കെ നടത്താൻ പ്രാപ്തനായ ഒരാളെ തലമുറയെ വളർത്തിക്കൊണ്ടുവരണം എന്ന നിലയിൽ എന്ത് ചെയ്യും? അവിടെ ചെയ്യും. അതുപോലെ ഏംഗൽസിന്റെ അച്ഛൻ ചെയ്തത്, ഏംഗൽസിന് വലിയ വിദ്യാഭ്യാസമൊന്നും പറഞ്ഞു വെച്ചില്ല. ഇവിടെ എന്ത് ചെയ്തു? തന്റെ ഈ കച്ചവടവും വ്യവസായവും ഒക്കെ നടത്താൻ വേണ്ടി എന്ത് ചെയ്തു? അവിടെ. അതുകൊണ്ട് മാർക്സിനെ പോലെ വലിയ ഉന്നതമായ വിദ്യാഭ്യാസവും ബിരുദവും നേടാൻ ആർക്ക് സാധ്യമായില്ല? ഏംഗൽസിന് സാധ്യമായി. പക്ഷെ ഇദ്ദേഹത്തിന് കാര്യങ്ങളെ പഠിക്കാൻ, പ്രശ്നങ്ങളെ വിലയിരുത്താൻ എല്ലാമുള്ള ഒരു മനസ്സുണ്ടായിരുന്നു എന്നതുകൊണ്ട് അദ്ദേഹം അക്കാലത്ത് സർവകലാശാലകളിലും മറ്റ് എല്ലായിടങ്ങളിലും ഉള്ള പ്രഭാഷണങ്ങളും കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കും. അത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അങ്ങനെ ഉള്ള രീതിയിലേക്ക് അദ്ദേഹം വളർന്നു. അങ്ങനെ കച്ചവടത്തിന്റെയും വ്യവസായത്തിന്റെയും മണ്ഡലത്തിലൂടെ ഏംഗൽസും അക്കാദമിക് പഠനത്തിന്റെ ലോകത്തിലൂടെ മാർക്സും രണ്ട് ധാരയിലൂടെ ഇങ്ങനെ കടന്നു വരിക. അതിനിടക്ക് ഏംഗൽസ് എന്ത് ചെയ്യുന്നുണ്ട്? അതിനിടയ്ക്ക് ഏംഗൽസ് സൈനികനായിട്ട് പോകും. ഒരു പട്ടാളക്കാരനായി സൈനിക സേവനം നടത്തിയ പാരമ്പര്യവും ഏംഗൽസുണ്ട്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഏംഗൽസിന്റെ കൃതികളെ വായിച്ചു നോക്കുമ്പോൾ ഒരു പട്ടാളക്കാരന്റെ മികവോടുകൂടി സൈനിക തന്ത്രങ്ങളെയും യുദ്ധങ്ങളെയും വിലയിരുത്തുകയാണ്. ഉദാഹരണമായി 1857 ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് മാർക്സും ഏംഗൽസും എഴുതിയത്. അതിൽ മാർക്സും ഏംഗൽസും എഴുതിയതിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ സൈനികർ ബ്രിട്ടീഷുകാരോട് പരാജയപ്പെട്ടത്, എന്തുകൊണ്ടാണ് ചെങ്കോട്ട സംരക്ഷിക്കുന്നതിൽ ഇന്ത്യക്കാർ പരാജയപ്പെട്ടത് എന്ന് പറയുന്ന ഭാഗം. ആ ഭാഗത്തിൽ ഏംഗൽസിന്റെ സൈനിക തന്ത്രത്തിന്റെ ഉജ്ജ്വലമായ പാഠം ആ ലേഖനത്തിനകത്ത് കാണാൻ പറ്റും. എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ സൈനിക തന്ത്രം? എന്തായിരുന്നു ഇന്ത്യക്കാരുടെ സൈനിക തന്ത്രം? എന്തുകൊണ്ടാണ് ഈ രണ്ട് സൈനിക തന്ത്രങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യ പരാജയപ്പെട്ടു പോയത്? അപ്പൊ ഇത്തരം ഒരു പാരമ്പര്യവും ഏംഗൽസിന് ഉണ്ടായിരുന്നു എന്ന് നാം കാണേണ്ടതുണ്ട്. ആ വഴിയിലൂടെ ഏംഗൽസും ഈ വഴിയിലൂടെ മാർക്സും ഒന്നു ചേർന്ന് എത്തിച്ചേരും. യഥാർത്ഥത്തിൽ 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നതിന് മുമ്പ് കമ്മ്യൂണിസത്തിന്റെ മൂലതത്വങ്ങൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ആരെഴുതിയിട്ടുണ്ട്? ചെറിയ ലെവലിലേക്ക് ആരെഴുതിയിട്ടുണ്ട്? ഏംഗൽസ്. ആ ഏംഗൽസ് എഴുതിയിട്ടുള്ള ആ പുസ്തകം മൂലതത്വങ്ങൾ എഴുതിയിരിക്കുന്ന യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിനകത്ത് വരുന്ന ആശയം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന മാർക്സും ഏംഗൽസും എഴുതുന്ന കൃതിക്ക് മുമ്പ് തന്നെ ഏംഗൽസ് എഴുതുന്നു. ആ കാലത്ത് ഇവർ തമ്മിൽ വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ അവർ രണ്ടുപേരും എഴുതിയ അക്കാലത്ത് എഴുതിയ ലേഖനങ്ങളൊക്കെ പരിശോധിച്ചാൽ
രണ്ട് വഴിയിലൂടെ സമാനമായ ആശയങ്ങളിലേക്ക് ഇവരെത്തിച്ചേരുന്നു. 1848 രണ്ടുപേരും ചേർന്ന് ഒരു കൃതി എഴുതുന്നത്. അതിന്റെ പേരാണ് എന്താണ്? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. വർഷം ഏത്? 1848. 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നത് രണ്ടാളും കൂടി ഒരു പുസ്തകം എഴുതി കളയാം എന്ന് കരുതിയിട്ടല്ല. 1847 ലണ്ടനിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായി. ആ സംഘടനയിലെ അംഗങ്ങളായിരുന്നു ആരൊക്കെ? മാർക്സും ആംഗൽസും. ആ സംഘടന മാർക്സിനോടും ആംഗൽസിനോടും ആ കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ ഒരു കാര്യപരിപാടി ഉണ്ടാക്കാൻ വേണ്ടി ചോദിച്ചു. അങ്ങനെ അവരെ രണ്ടാളെയും കാര്യപരിപാടി അവരോട് പറഞ്ഞു, 1847 ഡിസംബർ ആകുമ്പോൾ ഈ കാര്യപരിപാടി ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ ആകുമ്പോഴേക്കും മാർക്സിനും ആംഗൽസിനും കമ്മ്യൂണിസ്റ്റ് ലീഗ് തീരുമാനിച്ച ആ സമയത്ത് ഈ പരിപാടി എഴുതി, മാനിഫെസ്റ്റോ എഴുതി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോ ആ കമ്മ്യൂണിസ്റ്റ് ലീഗ് യോഗം ചേർന്ന് ചുമതല നിർവഹിക്കാത്തതിന്റെ പേരിൽ മാർക്സിനെയും ആംഗൽസിനെയും എന്ത് ചെയ്യുന്നു? പുറത്താക്കുന്നില്ല, താക്കീത് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു ഉടൻ ഇത് തീർക്കണം. അങ്ങനെയാണ് 1848 എന്നെഴുതപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അതായത് മാർക്സിനും ആംഗൽസിനും വരെ എന്ത് ലഭിച്ചിരുന്നു എന്നർത്ഥം? സംഘടനാ നടപടി ഉണ്ടായിരുന്നു അർത്ഥം. പറഞ്ഞു ചുരുക്കാനാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതും. എന്താ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നൊക്കെ പറയുന്നത്? പലപ്പോഴും നമ്മൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് കേൾക്കുമ്പോൾ അത് എന്തോ ഒരു വലിയ നമുക്കൊന്നും തിരിഞ്ഞു നോക്കാൻ വേണ്ടി പറ്റാത്ത ഒന്നാണ് എന്ന രീതിയിൽ വളരെ ലളിതമാണെന്ന് പറയുന്ന കാര്യം. അത് പറയുന്ന ഒന്നാമത്തെ കാര്യം, മനുഷ്യ സമൂഹത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടായി. ആയിരക്കണക്കിന് 10,000-കണക്കിന് വർഷത്തെ മനുഷ്യന്റെ പ്രയത്നത്തിന്റെ ഭാഗമായി നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ലോകത്തുണ്ടായി. ആ 10,000-കണക്കിന് വർഷങ്ങൾ കൊണ്ട് മനുഷ്യ സമൂഹമാകെ ഉണ്ടാക്കിയ നേട്ടം ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് ലോകത്ത് മുതലാളിത്തം നമുക്ക് നേരിടുന്നു എന്നാണ് മാർക്സ് മാനിഫെസ്റ്റോയുടെ ആദ്യ ഭാഗത്ത് ചെയ്യുന്നത്. 10,000-കണക്കിന് വർഷം കൊണ്ട് ലോകത്തുണ്ടാക്കിയ നേട്ടം ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് മുതലാളിത്തം ലോകത്തിന് നേരിടുന്നു. മുതലാളിത്തത്തിന്റെ ഉജ്ജ്വലമായ സംഭാവനകളെ മാർക്സ് ആദ്യ ഭാഗത്ത് വാനോളം പുകഴ്ത്തുന്നു. എന്നിട്ട് മുതലാളിത്തം നമ്മുടെ ലോകത്ത് നൽകിയ മഹത്തായ സംഭാവനകളെ എല്ലാം വിലയിരുത്തി ഈ അടുത്ത ഘട്ടത്തിലേക്ക് മാർക്സും ആംഗൽസും കടക്കുന്നു. ഇങ്ങനെ മഹത്തായ നേട്ടം മുതലാളിത്തം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. എന്നാൽ മുതലാളിത്തം വളരുന്നതിനനുസരിച്ച് മറ്റ് ചില പ്രക്രിയ കൂടി നമ്മുടെ നാട്ടിലുണ്ടാകും. എന്താ പ്രക്രിയ? സമ്പത്ത് മുഴുവൻ, ഈ അറിവിനെയും ശാസ്ത്ര സാങ്കേതിക വിദ്യയും എല്ലാം ഉപയോഗപ്പെടുത്തി സമ്പത്ത് മുഴുവൻ ആരുടെ കയ്യിലേക്ക് കേന്ദ്രീകരിക്കും? ഒരു വിഭാഗത്തിന്റെ കൈകളിലേക്ക്, മുതലാളിത്തത്തിന്റെ കൈകളിലേക്ക് കേന്ദ്രീകരിക്കും. തൊഴിലാളികൾ, ഇതിനെല്ലാം ഉണ്ടാക്കുന്ന തൊഴിലാളി, ഇതിനൊക്കെ മൂല്യങ്ങൾ ഉത്പാദിപ്പിക്കുന്ന തൊഴിലാളി, ആ തൊഴിലാളി ഇവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അനുദിനം ദരിദ്രവൽക്കരിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ തൊഴിലാളികൾ ആകമാനം സംഘടിച്ച് സാർവദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ശക്തിപ്പെട്ടു വന്ന് തൊഴിലാളി വർഗ പ്രസ്ഥാനമുണ്ടാക്കി. ആ തൊഴിലാളി വർഗം എന്ത് ചെയ്യും? സംഘടിച്ച് തങ്ങളെ ചൂഷണം ചെയ്യുന്ന മുതലാളിത്വത്തെ മാറ്റി, അവരെ അധികാരത്തിൽ നിന്നും മാറ്റി പകരം ആരധികാരത്തിൽ വരും? തൊഴിലാളി വർഗം. ആ തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിൽ ലോകത്ത് എന്തുണ്ടാകും? സമത്വം ഉണ്ടാക്കിയെടുക്കാൻ സോഷ്യലിസവും അതിൽ നിന്ന് കമ്മ്യൂണിസത്തിലേക്കും പുരോഗമിക്കും. ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പിന്നീട് മാർക്സ് ഒരു തിരുത്തൽ. എന്താ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർക്സ് വരുത്തുന്ന തിരുത്തൽ? 1871 ഒരു വലിയ സംഭവം ഫ്രാൻസിലുണ്ടായി.
എന്താണ് ഉണ്ടായ സംഭവം? പാരീസ്. ആ പാരീസ് കമ്മ്യൂണിനെ കുറിച്ച് മാർക്സ് പഠിച്ചു. അത് പഠിക്കുക, അതേപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആ പാരീസ് കമ്മ്യൂൺ എന്ന് പറയുന്ന പുസ്തകമുണ്ട്, അതിനകത്ത് വിശദീകരിക്കുന്നത് ഓൺ പാരീസ് കമ്മ്യൂൺ. പാരീസ് കമ്മ്യൂണിനെ പറ്റി വിലയിരുത്തി പറഞ്ഞു. പാരീസ് കമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം തൊഴിലാളികൾ അധികാരം പിടിച്ചു. ആ തൊഴിലാളികൾ അധികാരം പിടിച്ചപ്പോ അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ തൊഴിലാളികളുടെ അധികാരത്തെ മാറ്റി, പിന്നെ അവരെ അധികാരത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് വീണ്ടും മുതലാളിത്തം. പാരീസ് കമ്മ്യൂണിനെ കുറിച്ച് ഈ അനുഭവ പാഠത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ മാർക്സ് പഠിപ്പിക്കുന്നു. ഒന്ന്, തൊഴിലാളി വർഗത്തിന് അധികാരം നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തൊഴിലാളി വർഗം മറ്റ് ജനവിഭാഗങ്ങളുമായി എന്തുണ്ടാക്കണം? ഐക്യം ഉണ്ടാക്കണം. അങ്ങനെ ഐക്യമുണ്ടാക്കാതെ വന്നു കഴിഞ്ഞാൽ തൊഴിലാളി വർഗത്തെ ഒറ്റപ്പെടുത്തി മറ്റെല്ലാവരും മുതലാളിത്ത ശക്തികൾക്ക് തൊഴിലാളി വർഗത്തെ ഒറ്റപ്പെടുത്തി കീഴ്പ്പെടുത്താൻ എളുപ്പമാണ്. അതുകൊണ്ട് മറ്റ് ജനവിഭാഗങ്ങളുമായ ഐക്യത്തിന്റെ പ്രശ്നം ഈ അനുഭവ പാഠത്തിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഒരു തിരുത്തൽ എന്ന നിലയിലേക്ക് വരുത്തുന്ന ഭാഗം, അല്ലെങ്കിൽ തിരുത്തൽ എന്നതിനേക്കാൾ കൂട്ടിച്ചേർക്കൽ എന്ന് പറയുന്നതാണ് ശരി എന്ന ഭാഗം എന്ന് പറഞ്ഞാൽ, തൊഴിലാളി വർഗം അധികാരം പിടിച്ചെടുത്താൽ മാത്രമല്ല എന്തുകൂടി ചെയ്യണം? തൊഴിലാളി വർഗം അധികാരം പിടിച്ചാൽ മാത്രം പോരാ, തൊഴിലാളി വർഗം സർവാധിപത്യം കൂടി സ്ഥാപിക്കണം. അങ്ങനെ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്ന ആശയം പാരീസ് കമ്മ്യൂണിന്റെ അനുഭവ പാഠത്തിന്റെ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പിന്നീട് തിരിച്ചെടുക്കപ്പെട്ടതാണ്. എന്താ ഈ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറഞ്ഞാൽ? എന്താണ്? തൊഴിലാളി വർഗം അധികാരത്തിലേക്ക് എത്തുകയും മറ്റ് എല്ലാ അതിനു മുമ്പ് ആധിപത്യം സ്ഥാപിച്ച മുതലാളിത്വത്തിന്റെ രീതികൾ തിരിച്ചു വരുന്നതിനെതിരായിട്ടുള്ള ഒരു സംവിധാനം എന്ന നിലയിലാണ് തൊഴിലാളി വർഗ സർവാധിപത്യം. അപ്പൊ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യമാണോ? അത് ജനാധിപത്യം ഉണ്ടോ? ഉണ്ടോ? എങ്ങനെ ഉണ്ടാവും? തൊഴിലാളികളുടെ സർവാധിപത്യമായ പിന്നെ എങ്ങനെ ജനാധിപത്യം ഉണ്ടാവും? അതായത് മുതലാളിത്തത്തിന്റെ തകർത്ത് തൊഴിലാളി വർഗം അധികാരം പിടിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെ നമ്മൾ എന്താ വിളിക്കുക? സോഷ്യലിസ്റ്റ് വ്യവസ്ഥ അല്ലെ? സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുടെ പ്രത്യേകത എന്താ? ഓരോരുത്തരുടെയും അധ്വാനത്തിനനുസരിച്ച് അധ്വാനിക്കുക, അതിന്റെ ആ അധ്വാനത്തിനനുസരിച്ച്. അപ്പൊ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്താകും? അധ്വാനം. സോഷ്യലിസം കഴിഞ്ഞ് അടുത്ത ഘട്ടം ഏതാണ്? കമ്മ്യൂണിസ്റ്റ്. ഓരോരുത്തരും കമ്മ്യൂണിസ്റ്റ് കാലത്തിന്റെ പ്രത്യേകത എന്താ? ഓരോരുത്തരും അവരവന്റെ ശേഷിക്കനുസരിച്ച് അധ്വാനിക്കുമ്പോൾ ആവശ്യത്തിനുള്ളതെല്ലാം എന്ത് ചെയ്യും? അപ്പൊ സോഷ്യലിസ്റ്റ് ലോകമായാലും കമ്മ്യൂണിസ്റ്റ് ലോകമായാലും ഒരു കാര്യം ഉറപ്പ്. എന്താ ഉറപ്പ്? അധ്വാനിക്കാതെ എന്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നാളെ സോഷ്യലിസം വരട്ടെ, കമ്മ്യൂണിസം വരട്ടെ, അധ്വാനിക്കാതെ ജീവിച്ചു കളയാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിൽ വെച്ചാൽ. അപ്പൊ എല്ലാവരും അധ്വാനിച്ച് ആ അധ്വാനത്തിനനുസരിച്ച് പ്രതിഫലം അല്ലെങ്കിൽ ശേഷിക്കനുസരിച്ച് ആ നിലയിലേക്ക് കിട്ടുവാനാണ്. എല്ലാവരും അധ്വാനിക്കുമ്പോൾ എല്ലാവരും ആരായി മാറും? എല്ലാവരും അധ്വാനം. അപ്പോ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരുടെയും ജനതയുടെ സർവാധിപത്യം. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും വലിയ എന്തായിരിക്കും? ജനത. അപ്പൊ അങ്ങനെ മുതലാളിത്തം തിരിച്ചു വരാതിരിക്കാൻ ഇങ്ങനെ ഒരു സംവിധാനം കൂടി ഉണ്ടാക്കണം എന്ന കാഴ്ചപ്പാട് മാനിഫെസ്റ്റോയിൽ അദ്ദേഹം മുന്നോട്ട്. പിന്നീട് ഞാൻ എന്റെ എല്ലാ വിശദാംശങ്ങൾക്കും സമയമില്ലാത്തത് പറയുന്നില്ല. പിന്നീട് മാർക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം എന്ന് പറയാവുന്നത് മൂലധനം. മൂലധനം എന്ന് പറയുന്നത്, മൂലധനം യഥാർത്ഥത്തിൽ 4 വോള്യമുണ്ട്. ആ മൂലധനം 4 വോള്യവും മാർക്സിനെ എഴുതി പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല.
4-ാം വോള്യം പിന്നീട് കൗസ്കിയാണ് എഴുതിയത്. കൗസ്കിയുടെ തെറ്റായ രീതി വ്യാഖ്യാനിച്ചെന്നൊക്കെ പറഞ്ഞ തർക്കങ്ങളുണ്ട്. എന്തായാലും 3 വോള്യങ്ങളാണ് മൂലധനത്തെ സംബന്ധിച്ച് പൊതുവിൽ പറയപ്പെടാറുള്ളത്. 4 വോള്യം എഴുതാനാണ് മാർക്സ് തീരുമാനിച്ചത്. പക്ഷെ 4-ാം വോള്യത്തിന്റെ കുറിപ്പുകൾ എടുക്കുമ്പോഴേക്കും മാർക്സ് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ആ മൂലധനത്തിനകത്ത് മാർക്സ് പറയുന്ന കാര്യം അതാണ് എങ്ങനെയാണ് മുതലാളിത്തം പ്രവർത്തിക്കുന്നത്. ആ മുതലാളിത്തം പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ആന്തരികമായ ദൗർബല്യങ്ങൾ, ആ ദൗർബല്യങ്ങളുള്ള മുതലാളിത്തം എങ്ങനെയാണ് ആ മറ്റൊരു വ്യവസ്ഥയിലേക്ക് മാറാനുള്ള സാഹചര്യം ഒരുക്കുന്നത്, ഈ കാര്യമാണ്